പ്രാചീന മധ്യകാല കവിത എന്ന വിഷയത്തിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട് വിരാടപർവം അതിലെ കീചകവധം എന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സന്ദർഭം നമ്മൾ പരിശോധിക്കുമ്പം നമുക്കറിയാം, പാണ്ഡവർ അജ്ഞാതവാസ കാലത്ത് വിരാട രാജാവിൻ്റെ രാജധാനിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പം സൈരന്ധ്രി പാഞ്ചാലിയാണ്. പാഞ്ചാലി വിരാട രാജ്യത്തിലെ രാജ്ഞിയായിട്ടുള്ള സുധേഷ്ണയെ സേവിച്ച് പരിചരിച്ചായിരുന്നു അവിടെ താമസിച്ചത്. രാജ്ഞിയുടെ സഹോദരനായിട്ടുള്ള കീചകന് ദ്രൗപദിയെ കണ്ടിട്ട് അതിയായിട്ടുള്ള ഇഷ്ടവും കാമമൊക്കെ തോന്നുന്നുണ്ട്. ദ്രൗപദിയുടെ പിറകെ നടന്ന് കീചകൻ ധാരാളം ശല്യപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അതിനൊന്നും പാഞ്ചാലി വഴങ്ങുന്നില്ല. പാഞ്ചാലി തൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒരിക്കലും ഭീമനോട് പറഞ്ഞു. ഇനി കീചകനെ ഇങ്ങനെ സഹിക്കാൻ കഴിയില്ല, എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം എന്നൊക്കെ പാഞ്ചാലി പറയുന്നുണ്ട്. അതുപ്രകാരം ഭീമന് കീചകനെ കൊല്ലാൻ വേണ്ടി തുനിയാണ്. ദ്രൗപദിയും കൂടി ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. ഒരിക്കൽ ഭീമൻ പറഞ്ഞത് പ്രകാരം കൂത്തമ്പലത്തിന് അവിടേക്ക് രാത്രി എത്താൻ പറയുകയും അവിടെ വെച്ചിട്ട് കീചകനെ ഭീമൻ കൊല്ലുകയും ചെയ്യുന്നു. ശേഷം അവിടേക്ക് എത്തിയ കീചകൻ്റെ 105 സഹോദരന്മാരും കീചകൻ്റെ മരണകാരണത്തിന് ദ്രൗപദിയാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പം കീചകൻ്റെ ശവശരീരത്തോടൊപ്പം ദ്രൗപദിയെയും പിടിച്ച് കൂട്ടിക്കെട്ടിയിട്ട് ഒന്നിച്ച് ദഹിപ്പിക്കാനായിട്ട് അവർ പുറപ്പെടുന്നുണ്ട്. അപ്പം അവിടേക്ക് എത്തിയിട്ടുള്ള ഭീമൻ അതൊക്കെ അന്യായമാണ് എന്ന് പറയുകയും 105 പേരെയും അവിടെ വെച്ച് വധിക്കുകയും ചെയ്യുന്നു. ഈ വധിച്ചതിന് ശേഷം രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ഭീമനെ കാണുമ്പം അവിടെയുള്ള എല്ലാ ആളുകൾക്കും പേടിയാവുകയും അതോടുകൂടി കാമദേവനെ വരെ അവർ ഭയപ്പെടാൻ തുടങ്ങി. അതിനുശേഷം സുന്ദരിയായിട്ടുള്ള പാഞ്ചാലി ദ്രൗപദിയെ ഒന്ന് നോക്കാൻ വരെ ആളുകൾക്ക് പേടിയായതുകൊണ്ട് ദ്രൗപദി സുഖമായിട്ട് അവിടെ ജീവിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു കഥാതന്തു അല്ലെങ്കിൽ കഥാസന്ദർഭം എന്ന് പറയുന്നത്. അതിലേക്ക് കടക്കാം. നല്ല സുധേഷ്ണതൻ ഭ്രാതാവു കീചകൻ മല്ലാക്ഷിയാകിയ സൈരന്ധ്രിയെ കണ്ടു. അപ്പോൾ എന്താണ് നല്ല സുധേഷ്ണ നമ്മൾ പറഞ്ഞു, വിരാട രാജ്യത്തിലെ രാജ്ഞിയാണ് സുധേഷ്ണ. അപ്പം സുധേഷ്ണയുടെ ഭ്രാതാവായിട്ടുള്ള സഹോദരനായിട്ടുള്ള കീചകൻ മല്ലാക്ഷിയാകിയ സുന്ദരിയായിട്ടുള്ള സൈരന്ധ്രിയെ കണ്ടു. ദ്രൗപദിയെ കണ്ടു. മുല്ലഭാണങ്ങളേറ്റല്ലൽ പൊറാഞ്ഞവൻ ചൊല്ലിനാൻ എത്രയും നല്ല മധുരമായി. മുല്ലഭാണങ്ങളേറ്റിട്ട് കാമദേവൻ്റെ ബാണങ്ങൾ അമ്പുകളേറ്റിട്ട് സഹിക്കാതെ ദ്രൗപദിയോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് ചൊല്ലിനാൻ എത്രയും നല്ല മധുരമായി. ദ്രൗപദിയെ വശീകരിക്കാനായിട്ട് കീചകൻ പല പല ഭംഗിവാക്കുകളും പറയുകയാണ്. മറ്റെല്ലാവരുമൊക്കെ ചൊല്ലുന്ന വേലകളെല്ലാം ഒരുക്കി നീ അല്ലലിൻ വാഴുവാനില്ലൊരു കാരണം ഫുല്ലാംബുജ പ്രൗഢി വെല്ലും ലസമുഖി. അപ്പം എന്താണ്, നീ ഇങ്ങനെ മറ്റുള്ള ആളുകൾ പറയുന്ന ജോലികളൊക്കെ ചെയ്തിട്ട് അല്ലലോടുകൂടി കഴിയേണ്ട ഒരാളല്ല. മുല്ലഭാണൻ തൻ്റെ വില്ലിനെ പോർ ചെയ്തു വെല്ലുന്ന നിന്നുടെ ചില്ലക്കൊടിയിണ തെല്ലുകൊണ്ടന്നെ നീ തല്ലുന്ന തല്ലുകൾ കൊല്ലുവാൻ തന്നെ അല്ലയല്ലിയടോ ചൊല്ലുവാൻ ഞാനിനി നല്ലതു നീമമ വല്ലഭയാകണമില്ലൊരു സംശയം. അപ്പം എന്താണ്, നിൻ്റെ മുല്ലഭാണൻ ഏറ്റിട്ടുള്ള, അതായത് കാമദേവൻ്റെ ബാണം പോലെയുള്ള നിൻ്റെ പിരികക്കൊടികൾ കൊണ്ട് നീ എന്നെ തല്ലുന്ന തല്ലുകൾ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ എന്ന് കീചകൻ ചോദിക്കുന്നു. അപ്പം കീചകൻ അത്രമേൽ ദ്രൗപദിയിൽ അടിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും കാമം നിറഞ്ഞിരിക്കുകയാണ് കീചകനിൽ. കീചകൻ പറയാണ്, നീ നിൻ്റെ പുരുകക്കൊടികൾ കൊണ്ട് എന്നെ തല്ലുന്ന തല്ലുകൾ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ? ഞാൻ നിനക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരാം. നീ എൻ്റെ വല്ലഭയാകണം. അതാണ് ചൊല്ലുവാൻ ഞാൻ നീ നല്ലതു നീ മമ. ഞാൻ നിനക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരാം. നീ മമ വല്ലഭയാകണമില്ലൊരു സംശയം. നീ എൻ്റെ വല്ലഭയായിട്ട്, പത്നിയായിട്ട്, ഭാര്യയായിട്ട് വരണം. അതിൽ യാതൊരു സംശയവുമില്ല. നീ അങ്ങനെ വന്നേ പറ്റുള്ളൂ എന്ന് കീചകൻ ദ്രൗപദിയോട് പറയുന്നു. കൊല്ലുന്ന കല്യാണശീലവും പല്ലവം പോലെ പതുത്തോരു മേനിയും മല്ലമിഴീണ തല്ലലിൻ വിലാസവും മല്ലീശ രക്ഷാമ ബാലാധിവാസവും. അപ്പം എന്താണ്, കല്യത കോലുന്ന കല്യാണശീലവും മനോഹരമായിട്ടുള്ള ശീലങ്ങളും പല്ലവം പോലെ പതുത്തോരു മേനിയും അത്രയും മൃദുവായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശരീരവും മല്ലമിഴീണ തല്ലലിൻ വിലാസവും മനോഹരമായിട്ടുള്ള കണ്ണിൻ്റെ വിലാസവും ഭംഗിയും മല്ലീശ രക്ഷാമ ബാലാധിവാസവും. അതൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്, കാമദേവൻ്റെ ഇരിപ്പിടം തന്നെ ആരാണ്, നീയാണ് എന്നതാണ്. ചന്ദ്രിക പോലെ ലസന്മൃതഹാസവും ചന്ദ്രബിംബാഭിരാമാനനാം ഭോജവും. ഇവിടെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ദ്രൗപദിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ശരീരവും ചന്ദ്രബിംബം പോലുള്ള മുഖവും ആനയുടെ തുമ്പിക്കൈ പോലുള്ള മാറിടവും നടത്തം, അങ്ങനെയെല്ലാം ദ്രൗപദിയെ വർണ്ണിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ ചെയ്യുന്നത്. കണ്ടെത്ര നാളുണ്ടു ഞാനിങ്ങനെ വണ്ടാർ തഴക്കുഴലാളെ പൊറുക്കുന്നു ഇന്നീമേലിൽ പൊറുക്കേണമെന്നാകിലോ നിന്നാണെ ഞാൻ മരിച്ചിടും പൊളിയല്ല. അപ്പം എത്രയോ കാലമായിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ സഹിച്ച് അടക്കി പിടിച്ച് നിൽക്കുകയാണ്, ഇനി എനിക്ക് കഴിയില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് കീചകൻ പറയുന്നു.
ചോരിവ പുൽകുക പോർമുല നൽകുവൻ ഞാൻ തവ വേണ്ടുന്നതെല്ലാമേ. നിന്റെ പോർമുല എനിക്ക് പുൽകാൻ നൽകുക, നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തരാമെന്ന് കീചകൻ പറയുന്നു. പലവകയും പറഞ്ഞിട്ടവൾ ചിത്തമിളകാഞ്ഞു ദുഃഖിച്ചു കീചകൻ തന്നുള്ളിലുള്ളഴലുള്ള വണ്ണം തന്നെ ചൊന്നാനുടപ്പിറന്നുള്ളവൾ തന്നോട് കാമം മുഴത്തു തന്നെത്താൻ മറന്നുള്ള കാമുകന്മാർത്തൊഴിലെങ്ങനെയെന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കീചകന് പല വിധത്തിൽ ദ്രൗപദിയോട് സംസാരിച്ചിട്ടും ദ്രൗപദിയുടെ മനസ്സ് ഇളകാത്തത് മൂലം അതീവ വിഷമത്തോടു കൂടി തൻ്റെ സഹോദരിയായിട്ടുള്ള സുധേഷ്ണയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, കാമം മുഴുത്തു കഴിഞ്ഞാൽ കാമുകന്മാർക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാവില്ല എന്ന്. ഇവിടെ തൻ്റെ സഹോദരിയോടാണ് തൻ്റെ ഇത്തരത്തിലുള്ള വേദനകളൊക്കെ പറയുന്നത്. ഇന്ന നേരത്തെന്നും ഇന്നവരോടെന്നും ഇന്ന വണ്ണം വേണമെന്നുമില്ലേതുമേ. അപ്പം ആരോട് എന്ത് എപ്പോൾ പറയണമെന്നുള്ള ബോധമൊക്കെ ആർക്ക് നഷ്ടപ്പെട്ടു? ഇത്രയും കാമം മൂത്ത മനുഷ്യർക്ക്, കാമുകന്മാർക്ക് നഷ്ടപ്പെടുന്നു. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇവിടെ കീചകൻ മാറുന്നത്. കീചകൻ തൻ്റെ സഹോദരിയോട് പറയാണ്, നിന്നുടെ ദാസിയായുള്ളോരിവൾ തന്നെ എന്നോടു കൂടി അയക്കൂ ഭഗിനി. നീ നിൻ്റെ ദാസിയായിട്ടുള്ള ഇവളെ എന്നോടൊപ്പം നീ അയക്കൂ എന്ന്. ഭ്രാതാവ് തന്നുടെ സങ്കടം കണ്ടവൾ ചോദാഹരാംഘിയാം കൃഷ്ണയോടോതിനാൾ. അപ്പം തൻ്റെ ഭ്രാതാവിൻ്റെ, തൻ്റെ സഹോദരൻ്റെ വിഷമം കണ്ടിട്ട്, വേദന കണ്ടിട്ട് മനോഹരമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള കൃഷ്ണയോട്, കൃഷ്ണ ദ്രൗപദിയുടെ മറ്റൊരു പേരാണ്, കൃഷ്ണയോട് പറയുകയാണ്, പരികയില്ലേതും നിനക്കെടോ കാദംബരിയും കറികളും വൈകാതെ കീചകൻ തന്നോട് വാങ്ങി നീ കൊണ്ടുവാ മേജക കാന്തി കലർന്ന മനോഹരെ. അപ്പം സുധേഷ്ണ പറയാണ്, നീ കീചകനായിട്ടുള്ള കാദംബരിയും മദ്യവും കറികളൊക്കെ അവിടേക്ക് കൊണ്ടു കൊടുത്തിട്ട് വരൂ എന്ന്. നിനക്കതിൽ ദോഷമൊന്നും വരില്ല, ഖേദമൊന്നും വരില്ല. വാദമോടങ്ങനെ പോയവൾ താനേ വരുന്നത് കണ്ടിട്ടു കീചകൻ നേത്രസുഖത്തോടടുത്തിതു മൈരയെ പാത്രവുമിട്ടു കളഞ്ഞിവളോടിനാൾ. അപ്പം തൻ്റെ അടുത്തേക്ക് വരുന്ന ദ്രൗപദിയെ കണ്ടിട്ട് കീചകൻ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ആ ഭാവ പതർച്ച കണ്ടിട്ട് ദ്രൗപദിക്ക് ആകെ പേടിയായിട്ട് തൻ്റെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടുകയാണ്. ആടലോടേയവൻ കൂടെയങ്ങോടിനാൻ പേടിയായോടെ സഭയിങ്കൽ വീണിടിനാൾ. അപ്പം പേടിച്ചിട്ട് അവൾ ഓടുമ്പം പിറകെ കീചകനും ഓടുന്നുണ്ട്. ഭീതിയോടുകൂടി സഭയിലേക്ക് അവൾ ചെന്ന് വീണു. അല്ലിത്താർ കൂന്തൽ ചുറ്റിപ്പിടിച്ചു നാവേനല്ലായിതെന്നു സഭയിലിരുന്നോരും. അപ്പം അവിടെ എത്തിയിട്ട് കീചകൻ അവളുടെ വീണ് കിടക്കുന്ന ദ്രൗപദിയുടെ മുടി ചുറ്റിപ്പിടിക്കുകയാണ്. അപ്പം അവിടെ കൂടി നിന്ന സഭയിലുള്ള ആളുകൾ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ ചെയ്യരുത്, അരുത് എന്ന് പറയുന്നു. രക്ഷിപ്പതിന്നു ദിനേശൻ അയച്ചോരു രക്ഷോവരനും പരോക്ഷമതിദ്രുതം ഇക്ഷുകോമദണ്ഡ ശരക്ഷത ചിത്തനായക്ഷമനാകിയ കീചകനീജനെ പ്രക്ഷേപണം ചെയ്യാൻ അക്ഷണം ഭൂമിയിൽ സക്ഷതനായി വീണുരുണ്ടാനതു നേരം വല്ലാതെ നിന്നു ജളനായിളിച്ചവൻ മെല്ലവേ പോയൊരു കോണിലകം പൂക്കാൻ. എന്താണ് ഇവിടെ പറയുന്നത്? ആ സമയത്ത് ദ്രൗപദിയെ ഉപദ്രവിക്കുമ്പോൾ, കീചകൻ ഉപദ്രവിക്കുന്ന സമയത്ത് ദിനേശൻ അയച്ച, ശ്രീകൃഷ്ണൻ അയച്ചിട്ടുള്ള ഒരു രാക്ഷസന് അവിടേക്ക് പരോക്ഷമായി വന്ന് കീചകനെ പ്രഹരിച്ച് ഭൂമിയിലേക്ക് വീഴ്ത്തുകയാണ്. ആ സമയത്ത് സഭയിൽ വെച്ചിട്ട് ആകെ ഇളിഭ്യനായിട്ടുള്ള, ആകെ ലജ്ജിച്ചിട്ടുള്ള കീചകൻ ഒരു കോണിലേക്ക്, സഭയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നു. അന്നുരാ വമ്പുജ ലോചന മാരുതി തന്നെ മാറത്ത് വീണുകേണിടിനാൾ കണ്ണുനീരും തുടച്ചുണ്ണി പൊറുക്കൊരു വണ്ണമൊരു മാസം ഇന്നുമെന്നാനവൻ. വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള രാത്രി ദ്രൗപദി ഭീമസേനൻ്റെ മാറിടത്തിൽ കിടന്ന് വിലപിക്കുകയാണ്. ആ വിലാപത്തെ ഭീമസേനൻ സാന്ത്വനിപ്പിക്കുന്നത്, ഒരു മാസം കൂടി നീ ഇതൊക്കെ ഒന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ മാസമോ പിന്നെയല്ലോ ഇനിക്കിങ്ങൊരു വാസരമല്ലൊരു നാഴികയും പൊറ. അപ്പം എന്താണ് ദ്രൗപദി പറയാണ്, ഒരു മാസം പോയിട്ട് ഒരു ദിവസമല്ല, ഒരു നാഴിക പോലും എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. എന്നെ കൊന്ന സങ്കടം തീർക്ക നീ നീജനെ കൊണ്ട് പൊറുതിയില്ലേതുമേ എന്നവൾ ചൊന്നത് കേട്ടോരു മാരുതി കൊന്നവൻ തന്നെ ഞാൻ നിന്നിടർ പോക്കുവൻ. അപ്പം മാരുതിയോട് പറയുകയാണ് ദ്രൗപദി, ആ കീചകനെ ഒന്ന് കൊന്നിട്ട് എനിക്കിത്തിരി സമാധാനം താ, ആ നീചനെ കൊണ്ട് ഞാൻ ആകെ പൊറുതി മുട്ടി നിൽക്കുകയാണ്. അപ്പം ഭീമൻ പറയും, ഓക്കെ നമുക്കതിനായിട്ട് പരിഹാരം ഉണ്ടാക്കാം, കീചകനെ നമുക്ക് കൊല്ലാം, നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു തന്ത്രം നിർമ്മിക്കുകയാണ്. കൂത്തരങ്ങത്തു നീ കുറിക്ക നീ മന്മഥൻ കൂത്തിനു പാതിരാ നേരമെന്നാനവൻ മാരമാൽ പൂണ്ടൊരു കീചകൻ തന്നോട് മാരുതി ചൊന്ന പോലെയവൾ ചൊല്ലിനാൾ. അപ്പം ഭീമൻ പറയാണ്, രാത്രി കൂത്തരങ്ങിൻ്റെ അങ്ങോട്ടേക്ക് കീചകനോട് നീ വരാൻ പറയണം. അത് പ്രകാരം ദ്രൗപദി കീചകൻ്റെ അടുത്ത് പോയിട്ട് അവിടേക്ക് എത്താനൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു.
കുറച്ച് കാര്യങ്ങൾ കൂടി ദ്രൗപദി പറഞ്ഞു ചേർക്കുന്നുണ്ട്. സുന്ദരിമാർക്ക് അവരുടെ ധർമ്മം അറിയാമെന്ന് തുടങ്ങി ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ കൂടി കേട്ടിട്ട് കീചകൻ ആകെ സന്തോഷം വരികയാണ്. താൻ ആഗ്രഹിച്ചിട്ടുള്ള, താൻ അത്രമേൽ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാ തൻ്റെ മുന്നിൽ എത്തി നിൽക്കുന്നു എന്ന അനുഭൂതിയിലാണ് കീചകനുള്ളത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള വരികൾ കീചകന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. സൈരന്ധ്രിയെ കാണാൻ വേണ്ടിയിട്ട്, അവളെ പ്രാപിക്കാൻ വേണ്ടിയുള്ളതിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമാണ് ഇവിടെ പറയുന്നത്. സൈരന്ധ്രിയെ ചൊന്നതു കേട്ടു തെളിഞ്ഞുള്ളിൽ സ്വൈര്യം തനിക്കു വരുമെന്ന് കൽപ്പിച്ചു. സൈരന്ധ്രി പറഞ്ഞത് കേട്ടപ്പോൾ തനിക്ക് സ്വൈര്യം, തനിക്ക് സമാധാനം കിട്ടി. തൻ്റെ എത്രയോ കാലത്തെ മനസ്സിലുള്ള ഈ സംഘർഷങ്ങളൊക്കെ കഴിഞ്ഞ് തനിക്ക് സമാധാനം വരാൻ പോവുകയാണ് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി, കീചകൻ മനസ്സിലാക്കി. കഴിച്ച് തൈലാഭ്യംഗ്യവും ചെയ്ത് മൈരേയമായുള്ള മദ്യവും സേവിച്ച്. അപ്പം ക്ഷൗര്യമൊക്കെ കഴിച്ച് ശരീരം മുഴുവൻ തൈലങ്ങളൊക്കെ തേച്ച് മദ്യമൊക്കെ കഴിച്ച് പല്ല് തേച്ച് നല്ല മാല്യങ്ങൾ കുസുമങ്ങളും ചൂടി ദിവ്യാംബരാഭരണ ലേപനാദിപം നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു, ഭംഗിയുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞു. അങ്ങനെ നല്ല നല്ല ആഘോഷത്തോടു കൂടി കീചകൻ അങ്ങോട്ടേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ഇപ്പുറത്തെന്താ നടക്കുന്നത്? ഉത്തമയായുള്ള പാഞ്ചാലി ചൊല്ലിയ മെത്തമേൽ ചെന്നു കിടന്നിതു ഭീമനും. അപ്പോൾ ഉത്തമയായിട്ടുള്ള അത്രയും ഔന്നിത്യമുള്ള പാഞ്ചാലി പറഞ്ഞിട്ടുള്ള കിടക്കയിൽ മെത്തയിലേക്ക് ഭീമൻ ചെന്ന് കിടന്നു. പാഞ്ചാലിയുടെ വേഷത്തിൽ ഭീമനാണ് അവിടെ ചെന്ന് കിടക്കുന്നത്. കൈകൊണ്ടു കീചകൻ മത്തനായി കൂത്തരങ്ങത്തു പുക്കിയിടിനാൻ. അപ്പം കീചകനാണെങ്കിൽ അതിയായിട്ടുള്ള ആഹ്ലാദത്തോടു കൂടി കൂത്തരങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ചിത്തജന്മാവ് തൻ അസ്ത്രങ്ങളേൽക്കയാൽ പുത്തൻ കുളിർമുല തൊത്തു പുൽകീടിനാൽ. അപ്പം ചിത്തജന്മാവ് കാമദേവൻ്റെ അസ്ത്രങ്ങൾ ബാണം ഏറ്റേറ്റേറ്റ് അങ്ങ് പീക്കിൽ അങ്ങ് ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കീചകൻ്റെ ഉള്ളിലുള്ള ഈ കാമവികാരങ്ങളൊക്കെ. കാമമോഹിതനായിട്ടുള്ള കീചകൻ ദ്രൗപദിയുടെ മുലകളെ പുൽകുകയാണ്. പക്ഷേ തങ്ങളിൽ തിങ്ങി വിങ്ങിക്കനം പൊങ്ങി നിന്നങ്ങനെ കണ്ടു കുളിർമുല കോരകം. പക്ഷേ അവളുടെ മുലമൊട്ടുകൾ വിങ്ങി വീർത്തിട്ട് ആകെ കനം വച്ചതുപോലെ കീചകന് അനുഭവപ്പെടുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭീമൻ്റെ ശരീരത്തിലുള്ള രോമങ്ങൾ കീചകനിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കീചകനെ സംബന്ധിച്ചറിയില്ല അത് ഭീമനാണെന്ന്. കീചകൻ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇത്ര രോമങ്ങളോ, അപ്പം അങ്ങനെ രോമമുള്ള ഒരു ദാസിയായിരിക്കാം എന്നൊക്കെ സമാധാനിക്കുന്നുണ്ട് കീചകൻ. എങ്കിലതും ഒരു കൗതുകമെന്നോർത്ത് പങ്കജ ബാണമാൽ കൊണ്ടു പൊറാഞ്ഞവൻ നന്നായി മുറുകെ മുറുകെ തഴുകിനാൻ മുൻനടന്നീടിനാൻ ഭീമനുമത്രയും. അപ്പം ഇപ്പോൾ രോമമുണ്ട് എന്നൊക്കെ തോന്നിയിട്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഒരു കൗതുകമാണ് എന്ന് സമാധാനിച്ചിട്ട് അപ്പോഴൊക്കെ പങ്കജബാണൻ്റെ ബാണം, കാമദേവൻ്റെ ബാണം വന്നിങ്ങനെ അതൊന്നും സഹിക്ക വയ്യാണ്ട് നന്നായി മുറുകയാണ്. നന്നായി മുറുകിയിട്ട് ഇങ്ങനെ തഴുകുകയാണ് പാഞ്ചാലി എന്ന് കീചകൻ വിചാരിക്കുന്ന ഭീമനെ. അപ്പം കീചകൻ മുറുകെ പുണരുന്നത് പോലെ തന്നെ ഭീമനും തിരിച്ചു കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതാണ് ഭീമനും എത്രയും എത്തി മുറുകെ മുറുകെ പുണർന്നവൻ അസ്ഥി നുറുങ്ങി ഞെരിച്ചിതു പിന്നെയും. ഭീമനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് അസ്ഥി വരെ നുറുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ചിത്തഭ്രമത്തോടെ 100,000 കത്തിനാൾ മുഷ്ടി ചുരുട്ടി തെരുതരെ. സ്നേഹത്തോട് തല്ലുന്നത് പോലെ മുഷ്ടി ചുരുട്ടിയിട്ട് 4-5 ഇടിയും കൊടുത്തു ഭീമൻ. പ്രേമമില്ലെന്ന് വരുമെന്ന് ശങ്കിച്ച് ഭീമൻ നഖങ്ങളെ മേൽപ്പിച്ചിതാതരാൽ. അപ്പോൾ ഇനി കീചകന് തോന്നണ്ട തനിക്ക് അങ്ങോട്ട് സ്നേഹമില്ലാന്ന്. അതുകൊണ്ട് ഭീമൻ തൻ്റെ നഖങ്ങൾ കീചകൻ്റെ ശരീരത്തിലേക്ക് ആഴ്ത്തുകയാണ്. അയ്യോ മതി മതി, അയ്യോ മതി പോരും, മയ്യിൽ മിഴിയാളെ കൈ അയച്ചിടടവും. അപ്പം കീചകൻ ആകെ വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ കീചകൻ പറയുകയാണ്, അയ്യോ മതി മതി, നിൻ്റെ കൈ ഒന്ന് നീ കൈ അയച്ചിടടോ എന്ന് പറയുന്നു. നീയില്ലായായതു നീയല്ലയോ ഭാലേ, പൊയ്യെ പറഞ്ഞു ചതിക്കയോ ചെയ്തു. അപ്പം ഭാലേ, ഇത് നീ അല്ലേ, നീ എന്നെ പറഞ്ഞ് ചതിക്കുകയാണോ ചെയ്തത് എന്നൊക്കെ കീചകൻ ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. മെയ്യെന്ന് കൽപ്പിച്ച് വന്ന് പുണർന്നു ഞാൻ, മെയ്യല്ല നല്ല കരിങ്കല്ല് നിർണയം. മെയ് ശരീരമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് പുണർന്നത് ശരീരമല്ല, ഇതൊരു കരിങ്കല്ലാണ്, അത് നിർണയം, അത് ഉറപ്പ് തന്നെയാണ്, ഇത് ശരീരമൊന്നുമല്ല, ഇത് കരിങ്കല്ല് തന്നെയാണെന്ന് കീചകൻ പറയുകയാണ്. 100 ഇഥാ കരഞ്ഞു കരഞ്ഞവൻ ചത്താൻ മിഴികൾ തുറിച്ചു പൊടുന്നനെ. ഇപ്പം 100 പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്നവൻ മിഴികൾ തറച്ചുകൊണ്ട് അവൻ മരിക്കുകയാണ്. കീചകൻ മരിച്ചു. വാദാത്മജനായ ഭീമനും പോയതങ്ങേതും അറിഞ്ഞില്ല താനെന്നു ഭാവിച്ചു. വാദാത്മജനായിട്ടുള്ള ഭീമനും താനതൊന്നും അറിഞ്ഞിട്ടില്ല, തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് ഭാവിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ചത്തോരു കീചകൻ തന്നുടെ തമ്പിമാർ 10 പെരുകിയ 10 മുണ്ടത്തർ പൂണ്ടെത്തിപ്പിടിച്ചവർ കൃഷ്ണയെ ചത്ത ശവത്തോട് വെച്ചുകെട്ടിയിടിനാർ. അപ്പം കീചകൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് കീചകൻ്റെ സഹോദരന്മാരായിട്ടുള്ള 105 പേരും ദ്രൗപദിയെ, കൃഷ്ണയെ ശവത്തോടൊപ്പം കൂട്ടിക്കെട്ടുകയാണ്. അവർ മനസ്സിലാക്കുകയാണ് കൃഷ്ണയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന്. അവർക്ക് സംശയം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ടോ കൃഷ്ണയെ ശവത്തോടൊപ്പം, കീചകൻ്റെ മൃതശരീരത്തോടൊപ്പം വച്ച് കെട്ടുകയാണ്. എന്തിന്?
കൂടെ ഇവളെയും ചുട്ടുകളവാനായി കൂടലർ കാലനാം ഭീമൻ അതു കണ്ടാൻ. അപ്പം അവർ വെച്ച് കെട്ടുന്നത് കൂടെ ഈ കൃഷ്ണയെ കൂടി കീചകൻ്റെ ശവം സംസ്കരിക്കുന്നതോടൊപ്പം ചുട്ടുകളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഭീമന് ഇത് കാണുകയാണ്. ാണ് ഗന്ധർവന്മാർ ബലാൽ കൊന്നതിനെങ്ങൊരു ബന്ധം ഇവളെ ഉപദ്രവിപ്പാൻ നിങ്ങൾ. ഇപ്പോൾ ഗന്ധർവന്മാർ വന്നിട്ട് കീചകനെ കൊന്നതിന് നിങ്ങൾ ഇവളെ ഉപദ്രവിക്കുന്നതുമായിട്ട് എന്താണ് ബന്ധം? കീചകനെ കൊന്നത് വല്ല ഗന്ധർവന്മാരും ആയിരിക്കും, പക്ഷെ അതിന് നിങ്ങൾ എന്തിനാണ് ആരെ ദ്രൗപദിയെ ഉപദ്രവിക്കുന്നത് എന്ന് ഭീമൻ ചോദിക്കുന്നു. വൃദ്ധബാലാംഗനാ ഗോത്വിജാത്യങ്ങളെ ബദ്ധരോഷാൽ വിരോധിക്കുന്ന ദുഷ്ടരെ മൃത്യുപുരത്തിനയക്കണം വൈകാതെ പൃഥ്വിപതികളെന്നല്ലോ വിധിമതം. അറിയാണ് വൃദ്ധരെയും ബാലരെയും സ്ത്രീകളെയും പശുക്കളെയും ബ്രാഹ്മണരെയൊക്കെ ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാരെ ആ സമയം തന്നെ മൃത്യുലോകത്തിലേക്ക് അയക്കേണ്ടത് രാജാക്കന്മാരുടെ പൃഥ്വിപതികളുടെ ധർമ്മമാണ് എന്ന്. ആശ്രയമില്ലാത്ത നാരിയെ കൊണ്ടുപോയി ആശ്രയാശങ്കലാക്കുന്നത് യോഗ്യമോ? ആശ്രയമില്ലാത്ത നാരിയെ, സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മരണത്തിലേക്ക് അയക്കുന്നതും അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കുന്നതൊക്കെ യോഗ്യമാണോ എന്ന് ഭീമൻ ചോദിക്കുകയാണ്. ആശ്രിത രക്ഷണം ധർമ്മം നൃപതികൾക്കാശ്രിതയല്ലോ വിശേഷിച്ച് ഇവൾ താനും. അപ്പം രാജാക്കന്മാർ ആശ്രയമില്ലാത്ത ആളുകൾക്ക് ആശ്രയം നൽകുകയാണ് വേണ്ടത്. ദ്രൗപദിയാണെങ്കിൽ അങ്ങയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്ത്രീ കൂടിയാണ്. ആയുധപാണിയല്ലെന്നിരിക്കലും ന്യായമല്ലാതെ കർമ്മങ്ങൾ കാട്ടും വിധൗ നോക്കിയിരിക്കാമോ രാജഭടന്മാർക്ക് യോഗ്യമല്ലേതും മതെന്നു പറഞ്ഞുടൻ. അപ്പം എന്താണ് ഇങ്ങനെ, ഞാൻ ആയുധപാണി അല്ലെങ്കിലും ആയുധം ധരിച്ചവനല്ലെങ്കിലും ന്യായമില്ലാത്ത ഇത്തരം കർമ്മങ്ങൾ കാണുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് രാജഭടന്മാർക്ക് യോഗ്യമാണോ? അതല്ല, അങ്ങനെ യോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ കാറ്റഞ്ചും വേഗമോടെ വന്നു കോപിച്ചു 105 ഒടുക്കിനാൻ വൈകാതെ. അപ്പം ഭീമസേനൻ എന്ന് പറയുന്നത് വായുപുത്രനാണ്. അപ്പം കാറ്റ് വീശിയതുപോലെ വന്നിട്ട് ഈ 105 പേരെയും അവിടെ ശീഘ്രം വധിച്ചിടുകയാണ്. കൂറ്റൻ ചുരമാന്തി നിൽക്കുന്ന പോലെ ഏറ്റം ചിനത്തോടെ നിന്നിതു പിന്നെയും ഭീമനെ കണ്ടു പേടിച്ച ജനങ്ങളും കാമനെ തന്നെയും പേടിയുണ്ടായി വന്നു. അപ്പം ഇത്രയും ആളുകളെ കൊന്നിട്ട് ഭീമൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രോഷാകുലനായി നിൽക്കുന്ന ഭീമനെ കണ്ടതോടുകൂടി അവിടെയുള്ള എല്ലാ ആളുകളും പേടിച്ചിട്ട് അവർക്ക് കാമദേവനെ പോലും പേടിയായി. കാരണം കീചകനിൽ കാമത്തിൻ്റെ ഒരു അംശം ഉണ്ടായതാണല്ലോ ഇത്രയും സംഭവങ്ങൾ വികാസങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പം ആളുകളൊക്കെ കാമദേവനെ പോലും പേടിയോടുകൂടിയാണ് ഓർത്തത്. സൈരന്ധ്രി തന്നെയും കോമളയാകിലും അന്നു തൊട്ടാരുമേ നാട്ടാർ മുഖത്തു നോക്കാതെ ചമഞ്ഞത് കൂട്ടമേ കൊല്ലിക്കമെന്നു ഭയത്തിനാൽ. അപ്പം അതിനുശേഷം അത്രയും സുന്ദരിയായിട്ടുള്ള ദ്രൗപദിയെ ഒരാൾ പോലും, ഒരു മനുഷ്യരും നോക്കിയിട്ടില്ല. കാരണം ആളുകളെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഇനി തങ്ങൾ ദ്രൗപദിയെ നോക്കിയിട്ട് അത് കാരണം ഇനി തങ്ങൾക്ക് കീചകനെ പോലെ മരണം വരിക്കേണ്ടി വരുമോ, അവൾ ആരെങ്കിലും വിട്ടിട്ട് തങ്ങളെ കൊല്ലിക്കുമോ എന്ന ഭയമാണ്. നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ടിലുള്ള വിരാടപർവ്വത്തിലുള്ള കീചകവധം പാട്ടുപ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു അനന്തരദശ എന്ന തരത്തിലാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇതിനെയൊക്കെ. അപ്പം പാഠം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.